പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഹിച്ച് ഹൈക്കിംഗ് നമ്മൾ ഞാൻ കാണാറുണ്ട്. എന്റെ കാണണ്ട ഇഷ്ടം പോലെ കണ്ടല്ലേ. ഈ ഫെയിമിന് വേണ്ടിയിട്ടാണോ മാഹി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്ന് ചോദിച്ചാൽ യൂട്യൂബിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഒരു അൾട്ടിമേറ്റ് എന്റെ ജീവിത പ്ലാൻ എന്ന് പറയും 50-55 വയസ്സ് വരെ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുക എന്നാണ്. താലിബാനെ നേരിട്ട് കണ്ടതും അത് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപക്ഷെ ജീവൻ പണയം വെച്ച് പോയിരുന്നാലും അത് പോയത് കൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മള് ബെന്യാമിൻ പറയുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും കെട്ടുകഥകൾ മാത്രമാണ്. എങ്ങനെയുണ്ട് ഇങ്ങനെ നാട്ടില് ഇതേപോലെ മാറി നിന്ന് നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോ? ശരിക്കും നമ്മള് മനുഷ്യര് പല പെർസ്പെക്റ്റീവിലൂടെ ദിവസേന പോകാനുള്ള ചാൻസ് കിട്ടുമല്ലേ. നമ്മളിവിടെ നാട്ടിലേക്കുമ്പോൾ നമുക്ക് ഒരു പെർസ്പെക്റ്റീവിലൂടെ ജീവിക്കാൻ മാത്രമുള്ള അവസരം കിട്ടുന്നുള്ളൂ. ഞാൻ കാഴ്ചകൾ കാണാൻ വേണ്ടിയല്ല യാത്ര ചെയ്യുന്നത്, അനുഭവങ്ങൾ തേടി മാത്രമാണ് എന്റെ യാത്രകൾ കൂടുതൽ. പാലസ്തീൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? അവിടെയാണ് അവർക്കാണ് നീതി കിട്ടേണ്ടത്. പലസ്തീനിലെ ജനങ്ങളാണ് എന്താ പറയാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഇതേപോലെ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ചേട്ടാ ഞാനും വരട്ടെ, എനിക്ക് ട്രാവൽ പാർട്ട്ണർ ആവണം ആഗ്രഹമുണ്ട്, അതിനൊക്കെ വരാറുണ്ടോ? ഞാനിപ്പോ അങ്ങനെ കൂട്ടാറുണ്ട്. പെൺകുട്ടികൾ പല ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ അപ്പൊ ആ മെസ്സേജ് അങ്ങ് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. പല ആളുകളും എന്നെ പറയാറുണ്ട് ഫ്യൂച്ചർ ജൂനിയർ സന്തോഷ് ജോർജ് കുളങ്ങര, ജൂനിയർ SGK എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അതേസമയം ജൂനിയർ ഇബിനു ബത്തൂത്ത അല്ലെങ്കിൽ ജൂനിയർ മൊയ്തു കൈശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷം. ഈ വ്യക്തികളാണ് സത്യത്തിൽ യഥാർത്ഥ അഡ്വഞ്ചർ അല്ലെങ്കിൽ യഥാർത്ഥ ഇതിഹാസ സഞ്ചാരികൾ എന്ന് പറയാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇപ്പോ മാഹിൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു സാഹസിക യാത്ര അത് ഇതായിരിക്കും. ഹലോ, നിക്ക് ഇറങ്ങി വെയിറ്റ്. ആ ഹലോ, ഹായ്. എങ്ങോട്ടാണാവോ? അങ്ങോട്ട് പറഞ്ഞ സ്ഥലത്തിന്റെ പേരൊന്നുമില്ലേ? കാക്കനാടാണല്ലേ? ആ കേറിക്കോ. അല്ല, നീ പെണ്ണുങ്ങളോട് മാത്രമാ ലിഫ്റ്റ് ചോദിക്കുക? പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കേറി ഇരുന്നാ? ഓക്കെ. വീട്ടില് പറഞ്ഞാണോ വന്നത്? പിന്നെന്താ? അതെ. ഓക്കെ. ഇത് ആഫ്രിക്ക എന്നല്ല, ഇത് കേരളമാണ്. ഈ ഹെൽമെറ്റ് ഒന്ന് വെച്ചേക്ക. ഓക്കെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്രയായി? നാട്ടില് ഇപ്പൊ ഇത് 15 മാസം. 15 മാസം 15 മാസമായി നാട്ടിൽ വന്നിട്ട്. അത് ശരി. അപ്പൊ വീട്ടിലൊന്നും പറയൊന്നുമില്ലേ? പറയാറുണ്ട്, അവര് കാണാറുണ്ടല്ലോ. ഓ, അവര് പിന്നെ വീഡിയോ കാണൂല്ലേ? ഹിച്ച് ഹൈക്കിംഗ് നമ്മൾ ഞാൻ കാണാറുണ്ട്. ഞാൻ എന്റെ കാണണ്ട ഇഷ്ടം പോലെ കണ്ടല്ലേ. എങ്ങനെയുണ്ട് ഇങ്ങനെ നാട്ടില് ഇതേപോലെ മാറി നിന്ന് നമ്മൾ കുറെ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോ? ശരിക്കും നമ്മള് മനുഷ്യര് പല പെർസ്പെക്റ്റീവിലൂടെ ദിവസേന പോകാനുള്ള ചാൻസ് കിട്ടുമല്ലേ. നമ്മളിവിടെ നാട്ടിലേക്കുമ്പോൾ നമുക്ക് ഒരു പെർസ്പെക്റ്റീവിലൂടെ ജീവിക്കാൻ മാത്രമുള്ള അവസരം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് മീറ്റ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ ദിവസേന പല ആളുകളുമായിട്ട് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകല്ലേ. ഓ, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലേ ഈ ട്രാവലിംഗില്. പക്ഷെ ഈ ട്രാവൽ ചെയ്യുമ്പോ കുറെ പ്രശ്നങ്ങൾ വരില്ലേ? അതായത് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഈ ബാത്റൂമിൽ പോവാ, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ. നമ്മളിവിടെ ജീവിച്ച് നമ്മള് അങ്ങനെ പോകുന്നോണ്ടാണല്ലോ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് നമ്മുടെ പാഷനാണ്. നമുക്ക് ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡാൻസ് പാട്ടൊക്കെ പഠിക്കണ പോലെ തന്നെ ട്രാവൽ ചെയ്യണത് ഒരു ഇത്. നമ്മുടെ കേരളത്തിൽ മാത്രമാണോ 2 ഹെൽമെറ്റ് വെക്കണമെന്ന് നിയമമൊക്കെ ഉള്ളത്? ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ചില രാജ്യങ്ങളിലുണ്ട്. ഇപ്പൊ യൂറോപ്പിലൊക്കെ പോയാൽ വെസ്റ്റ് യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ ഈവൻ ബാക്കിൽ സീറ്റ് ബെൽറ്റ് വരെ ഇടണം. ചില രാജ്യങ്ങളിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ചില രാജ്യങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് അല്ല, ഒരു 2-3 മാസം മുന്നേ മറ്റേ അഫ്ഗാനിസ്ഥാനിൽ ട്രിപ്പ് അടിച്ചില്ലേ? അപ്പൊ ഈ താലിബാനെ നേരിട്ട് കണ്ടതും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ അതെങ്ങനെയുണ്ടായിരുന്നു? മീൻസ് അത് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപക്ഷെ ജീവൻ പണയം വെച്ച് പോയിരുന്നാലും അത് പോയത് കൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മള് ബെന്യാമിൻ പറയുന്ന പോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും എന്താ പറയാ കെട്ടുകഥകൾ മാത്രമാണ്.
നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു സ്ഥലത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. എന്താ അവിടെ നിന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യം? താലിബാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? താലിബാനെ കുറിച്ച് ആൾക്കാർക്ക് ആള് ടെററിസ്റ്റ് ആണ്, നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ. എന്നാലും നമ്മുടെ നാട്ടിലത്തെ ഒരു പയ്യന് താലിബാന്റെ അവിടെ ഇതായി, ആളെ കണ്ടു, പിന്നെ അതിലകപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ തമ്പു, നമ്മൾ അങ്ങനത്തെ കാര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പേടിയുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ അതെങ്ങനെ അവിടെ ആക്ച്വലി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് ആ ഒരു ഗ്യാങ്ങിന്ന്? അവര് മനുഷ്യരല്ലേ, അവര് തീവ്രവാദിയായിരുന്നു, ഇപ്പോഴും അവർ തീവ്രവാദിയായിരിക്കാം. പക്ഷെ ഇപ്പൊ അവരവിടുത്തെ ലോ മേക്കേഴ്സ് ആണ്, ഇപ്പൊ അവരവിടുത്തെ ഭരണാധികാരികളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഒരു പെട്ടെന്ന് അവരുടെ ഒരു രാജ്യത്തെ ലോ മേക്കേഴ്സ് ആകുമ്പോൾ അവരുടെ തീവ്രവാദ നൈമ് പോകും. ഇപ്പൊ അവരവിടുത്തെ ഗവൺമെന്റ് ആണ്, മനസ്സിലായില്ലേ? ഓ, അപ്പൊ പക്ഷെ എന്നാലും താലിബാനിലും ഇപ്പൊ ഞാൻ ആക്ച്വലി മാഹിന്റെ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ പെണ്ണുങ്ങൾക്ക് ലോ ഭയങ്കര ഇതാണ്, 5ാം ക്ലാസ് വരെ പഠിക്കാൻ, അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ അവിടെ? അവിടെ സ്ത്രീകൾക്ക്, അതായത് വിദ്യാഭ്യാസത്തില് ഞാൻ പോയ സമയത്താണെങ്കിൽ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയ സമയത്ത് 6ാം ക്ലാസ്സിലെ മുതൽ 12ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസം ഇല്ല. അതേസമയം യൂണിവേഴ്സിറ്റിയിലെയും അല്ലാതെ കൊച്ചുകുട്ടികൾക്കും പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പ് ഈവൻ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള അവരുടെ ഒരു നിയമം നിഷേധിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും പല സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ താലിബാന്റെ ഇത് പ്രകാരം ഇപ്പോഴും അവിടെ സത്യത്തിൽ നിയമപ്രകാരം അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ല. ഇല്ല. പക്ഷെ അതൊക്കെ നല്ല നിയമമാണോ? നമുക്ക് പെൺപിള്ളേർക്ക് പിന്നെ വിദ്യാഭ്യാസം വേണ്ടേ? ഞാൻ നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അപ്പൊ നമ്മൾ ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, പിന്നെ ഞാൻ ഒരു എക്സ്പീരിയൻസ് അത് എടുക്കുമ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയണം, അല്ലെങ്കിൽ അത് മറ്റൊരാൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് കേൾക്കണം. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. അപ്പൊ എനിക്കൊരു കാര്യത്തെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് എനിക്കൊരു എന്താ പറയാ ഒരു വാശിയുണ്ട്. എന്ന് പറഞ്ഞ് ഞാൻ പല എക്സ്പീരിയൻസുകൾക്ക് വേണ്ടി പോയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മളുടെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മള് വെള്ളച്ചാട്ടം കാണണം, മറ്റേ ഇത് കാണണം, മരുഭൂമി കാണണം, അതൊക്കെ ഓക്കെ. ഇതെന്താ തീവ്രവാദി ഇത് കാണണം ഇത്ര ആഗ്രഹം? ഞാൻ കാഴ്ചകൾ കാണാൻ വേണ്ടിയല്ല യാത്ര ചെയ്യുന്നത്, ഞാൻ അനുഭവങ്ങൾ തേടി മാത്രമാണ് എന്റെ യാത്രകൾ കൂടുതൽ. എന്റെ പൊന്നെ, എനിക്ക് ഈ കഥകളൊക്കെ കേട്ട് എനിക്ക് തല ഇറങ്ങണം. നീ ആഫ്രിക്കന്റെ ചായ മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ? ഇവിടെ ചായ കുടിച്ചിട്ടുണ്ടോ? ചേട്ടന്റെ ചായ അടിപൊളിയാണ്, നമുക്ക് ചായ കുടിക്കാം. എന്തായാലും ഞാൻ ലേറ്റ് ആയി. ചായയാണോ കോഫിയാണോ? ചായ. ഞാൻ കോഫിയാണ് കുടിക്കാം, പക്ഷെ ചായയാണ് ഇഷ്ടമുള്ളത്. എന്റെ ചായ മതി ചേട്ടാ. ഹായ് ചേട്ടാ, താങ്ക് യു. ചായക്ക് അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ഭയങ്കര സഫർ ചെയ്യേണ്ടി വരും ആ ഒരു യാത്രയിൽ നിന്നൊക്കെ. ഈ താലിബാന്റെ ഈ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറെ പേര് ഇപ്പൊ ഈ തോക്ക് പിടിച്ചിട്ടുള്ള ഈ തംബ്നെയിലും അങ്ങനത്തെ ഫോട്ടോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആക്ച്വലി മാഹിനെ ടെററിസ്റ്റ് ആണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ വെച്ചിട്ട് കുറെ സൈബർ ബുള്ളിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? ഞാൻ പലപ്പോഴും എന്റെ വീഡിയോയില് പറയാറുണ്ട്, നാം അനുഭവിക്കാത്തടത്തോളം പല ജീവിതങ്ങളും നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അപ്പം നമ്മുടെ ലോകത്തിലുള്ള പല കാര്യങ്ങളും ബയാസ്ഡ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം കേരളത്തിനെ കുറിച്ച് പല ഉത്തരേന്ത്യൻ ആളുകൾക്കും അറിയാവുന്നത് കേരളത്തിൽ പല വർഗീയതകൾ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്കെതിരെ ദിവസേന ഇവിടെ കൊന്നടയുന്നുണ്ട്. മുമ്പ് ആനയൊക്കെ മരിച്ചപ്പോൾ, ആന ബോംബ് പൊട്ടിയ സമയത്തിലൊക്കെ ദിവസേന പല ആനകളും മരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് പല ലോകരാജ്യങ്ങൾ ഓരോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പല സ്ഥലങ്ങളെയും എന്താ പറയാ തെറ്റായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അവിടെ പോയി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈവൻ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയതിന്റെ പേരിൽ എന്റെ വാപ്പ എന്റെ അടുത്ത് പിണങ്ങിയിട്ടുണ്ട്. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയതിന്റെ പേരിൽ. അപ്പം എന്റെ വാപ്പയുടെ മനസ്സിൽ അഫ്ഗാനിസ്ഥാന്റെ ചിത്രം അല്ലെങ്കിൽ താലിബാന്റെ ചിത്രം ഞാൻ ചിലപ്പോൾ അവിടെ പോയാൽ വെടിവെച്ചിടും എന്നായിരിക്കണം. തീർച്ചയായിട്ടും എനിക്കും ഉണ്ടായിരുന്നു. ഞാനിപ്പോ അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ എന്റെ ബാഗിന്റെ പുറത്ത് നമസ്കരിക്കുന്ന പായയല്ലേ നമ്മുടെ മുസല്ല എന്ന് പറയുന്നത്. അപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മുസ്ലിംസ് ആണല്ലോ, അപ്പൊ അവർക്ക് മുസ്ലിങ്ങളെയാണല്ലോ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ നമസ്കാരപ്പായ എടുത്തിട്ട് ചുരുട്ടിയിട്ട് എന്റെ ബാഗിന്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അഫ്ഗാനിസ്ഥാനിലോട്ട് പോയത്. മാത്രമല്ല എനിക്ക് മുടി ലോങ് ഉണ്ടായിരുന്നു. അപ്പൊ മുടി കട്ട് ചെയ്ത ഒരു ആൺകുട്ടിയെ പോലെ ക്ലീൻ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പം ഇതെല്ലാം എന്റെ തെറ്റിദ്ധാരണയാണ്. താലിബാൻ ചിലപ്പോ ഇത് കാരണം എന്നെ അറ്റാക്ക് ചെയ്താലോ. എന്നിരുന്നാലും ആ ഒരു ധൈര്യത്തോടെ പോയി. ബട്ട് എന്നിരുന്നാലും ഞാൻ കുറെ പ്രിപ്പറേഷൻ ചെയ്തു. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അത്രയും പ്രിപ്പറേഷൻ പോലും എനിക്ക് ആവശ്യമില്ലായിരുന്നു. മനസ്സിലായി? പ്രണയം എന്ന് പറഞ്ഞാൽ മാഹിന്റെ കോൺസെപ്റ്റ് എന്താണ്? കാരണം മാഹിന് ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്ന എനിക്കറിയാം, ഓക്കെ. പക്ഷെ വോട്ട് എവർ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി, കാരണം നമ്മൾ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് പൊതുവെ പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക, അതിൽ കമ്മിറ്റ് ചെയ്യുക, അവരെ കല്യാണം കഴിക്കുക, ജീവിതത്തോളം വലുതാവുക, അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയാൻ. പക്ഷെ മാഹിന്റെ ഇപ്പൊ ഇത്രയും ട്രാവൽ ചെയ്ത ഒരാൾക്ക് ഒരു കൾച്ചർ വേറെ ആയിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്താണ് ആ ഒരു കോൺസെപ്റ്റ്? ഓക്കെ, നമ്മൾ മനുഷ്യൻ ഇവോൾവ് ചെയ്യുവാണ്. ഞാൻ മുമ്പ് പല എന്താ പറയാ
പ്രോഗ്രാമുകളിൽ പോയിട്ടുണ്ട്, പല ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അപ്പം അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നതിൽ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ മനുഷ്യൻ ഇവോൾവ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ 100 പെർസ്പെക്റ്റീവിലൂടെ പോയി സഞ്ചരിക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യും. ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ചിലപ്പോൾ നാളെ വ്യത്യസ്തമായിരിക്കും പറയാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള തീർച്ചയായിട്ടും എന്റെ പ്രണയം എന്ന് പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും എന്റെ ഭാവി ജീവിതത്തിൽ ഒരു പങ്കാളിയെ പോലെ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംഭവം. അത് തന്നെയാണ് എന്റെ ഒരു പ്രണയം കൺസെപ്റ്റ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആളുകൾക്ക് കുട്ടികളുണ്ടാവുന്ന അതുപോലെ എനിക്ക് കുട്ടികൾ വേണം. ആ ഒരു രീതിയിലുള്ള പ്രണയത്തിലൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. മനസ്സിലായില്ലേ? ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ ട്രാവൽ ചെയ്യണം, അവർ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹമാണ്. ബട്ട് അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അത് എന്റെ ചിലപ്പോ എന്താ പറയാ വാശിയായിരിക്കാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും യാത്രകൾ ചെയ്തു കൊണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും കാണണം, അത് കഴിഞ്ഞിട്ട് കുട്ടികളും കാണണം. അപ്പൊ കുട്ടികൾ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹോം സ്കൂളിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കാം എനിക്ക് കൊടുക്കാൻ ആഗ്രഹം. ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഭാവിയിൽ അവർ വലുതാകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാം, അച്ഛൻ ഇങ്ങനെ ചെയ്തു. അത് ചിലപ്പോ മോശം അഭിപ്രായമായിരിക്കാം. ബട്ട് എന്നിരുന്നാലും എന്റെ ആഗ്രഹം അത് കാരണം കുട്ടികളും യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ താലിബാന്റെ അവിടെ പോകുമ്പോ ഞാൻ മുടി ഇതാക്കി, അതുപോലെ തന്നെ ഞാൻ നിസ്കാരപ്പായ മേലേക്ക് വെച്ചിട്ടാണ് പോയത്. സോ ആ ടൈമിൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്താന്നുള്ളതും മറ്റുള്ളവരെ അറിയിക്കാതെ അവർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അവരെന്താണ് ഇങ്ങനെ ആയാലാണ് അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതാണെന്ന് കാണിക്കണം എന്നുള്ളതില്ല. നമുക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തീവ്രവാദ സംഘടനകളുടെ സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ അവർ കൊന്നാലോ, അവര് യഥാർത്ഥ തീവ്രവാദികളായാലോ. അപ്പം നമുക്ക് നമ്മുടെ ജീവനും കൂടെ വില കൊടുക്കണമല്ലോ. ചില സ്ഥലങ്ങളിൽ നമുക്ക് സർവേ വേണ്ടി കള്ളം പറയേണ്ടി വരും. പിന്നെ ഇപ്പൊ താലിബാന്റെ അവിടെ പോയപ്പോ ഞാൻ സർവൈവ് ചെയ്യാൻ ഈ കള്ളങ്ങൾ ചെയ്യണം എന്ന് മനസ്സിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, തോന്നിയിരുന്നു. പക്ഷെ അവിടെ പോയപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ വേണ്ട. മനസ്സിലായി? ചില സ്ഥലത്ത് നമുക്ക് സർവൈവൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏതൊരു രാജ്യത്തും ഏതൊരു സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ഇപ്പൊ എന്റെ ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോകത്തിലുള്ള പല ആളുകളുടെയും സ്റ്റീരിയോ ടൈപ്പ് മാറ്റണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട്. അപ്പം ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ കൂടുതൽ എന്താ പറയുക യുദ്ധങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ലോകം വിളിച്ചു പറയുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം പോകുന്ന രാജ്യങ്ങൾ. ഇവിടെയൊക്കെയാണ് എനിക്ക് പോകാൻ ഇഷ്ടം. കാരണം അവിടെയൊക്കെ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് എനിക്ക് ആളുകളിൽ നിന്ന് എടുത്തു മാറ്റണം. അവിടെ പോയിട്ട് മാത്രം എനിക്ക് സത്യം എന്താണെന്ന് അനുഭവിച്ചറിയണം എന്നുള്ള ഒരു വാശിക്കാരനാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. എന്നാലും നമ്മൾ അങ്ങനെയുള്ള റിസ്ക് എടുക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിസ്ക് ഉണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല, അവിടെ പോയാൽ മാത്രമേ അറിയാവൂ. എന്നിരുന്നാലും നമ്മൾ കുറച്ച് സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് എന്താ പറയാ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. കുടിച്ചോ? ഞാൻ ചോദിച്ചിട്ട് വായിലെ വെള്ളം വെച്ച് അതല്ല, കാരണം ഇപ്പൊ എന്റെ അടുത്ത് മാഹിം പറഞ്ഞു എനിക്കൊരു സഞ്ചാരി അങ്ങനെ അല്ലെങ്കിൽ ഒരു യാത്രികൻ എന്നുള്ളൊരു പേരിലാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അതായത് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സ് പോലും എന്റെ അടുത്ത് യൂട്യൂബർ എന്ന് വിളിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് നമ്മുടെ അറിവുകളും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മളെ പറ്റി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആൾക്കാർ പരാമർശിക്കുമ്പോ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ ഇത് എഫക്ട് ചെയ്യാറുണ്ടോ മാഹീന്? അല്ലെങ്കിൽ മാഹിന്റെ ആ ഒരു പാഷൻ, ആ ഒരു യാത്ര എവിടെയെങ്കിലും നമ്മൾ ആൾക്കാർ ഇങ്ങനെയാണ് മാഹിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ടോക്സിക് ആണ് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മളത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ യാത്രയിൽ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ കുറിച്ച് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു ആളുകൾ നമ്മളെ ജീവിതത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വിഷമം തോന്നാറുണ്ട്. ഇപ്പം ആളുകൾ തീവ്രവാദി എന്ന് വിളിക്കാറുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പലസ്തീനെ അനുകൂലിച്ച് നിലപാട് പറഞ്ഞതില് തീവ്രവാദി എന്ന് വിളിക്കാറുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും വിഷമം തോന്നാറുണ്ട്. ബട്ട് അതിലർത്ഥമില്ല നമ്മൾ ഈ പാലസ്തീന്റെ ഇഷ്യൂ വന്നപ്പം വൈ യു സപ്പോർട്ട് പാലസ്തീൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? തീർച്ചയായിട്ടും അവിടെയാണ് അവർക്കാണ് നീതി കിട്ടേണ്ടത്. കാരണം പലസ്തീനിലെ ജനങ്ങളാണ് എന്താ പറയാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്ത്യക്കാരനായി ജനിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ കൊളോനൈസ് ചെയ്തപ്പോൾ ഇന്ത്യക്കാർക്കായിരുന്നു നീതി കിട്ടേണ്ടത്. അതുപോലെ ഇപ്പൊ ഈ ഒരു സമയത്ത് 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പണ്ട് നടന്നത് ഇപ്പൊ പലസ്തീനിൽ നടക്കുന്നു. അപ്പം ആ ഒരു കോമൺ സെൻസ് വെച്ച് പിന്നീട് എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്ന് കേട്ട അറിവുകൾ അവിടെ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ്, കാരണം നമ്മളിപ്പോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വീഡിയോസ് കാണുന്നത്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ ന്യൂസ് ചാനലിൽ നിന്ന് ഓരോ വീഡിയോകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അവിടത്തെ പോയി ആ ഒരു എക്സ്പീരിയൻസ് ആ നാട്ടുകാരുടെ എന്താ മാഹീന് പറയാ
പറയാനുള്ളത്? പലസ്തീനിൽ ഞാൻ പോയിട്ടില്ല, പലസ്തീനിൽ ഞാൻ ഇതുവരെയായിട്ട് സഞ്ചരിച്ചിട്ടില്ല. പക്ഷെ അതേസമയം അവിടെ സഞ്ചരിക്കുന്ന എന്റെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഞാൻ കൂടുതൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമാണ്. മനസ്സിലായത്? സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. അപ്പം ആ ഒരു സാധനത്തിന് വേണ്ടി മാത്രമാണ് അവരിപ്പോ എന്താ പറയാ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോഴും 21ാം നൂറ്റാണ്ടിലും ഒരു മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ നടക്കുന്നത് പല ലോകരാജ്യങ്ങളുടെ അവരുടെ എന്താ പറയാ സ്വതന്ത്ര താല്പര്യങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടിയും അവരുടെ ഒരു അധികാരത്തിനൊക്കെ വേണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇത്രയും അറിവുകൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പലസ്തീന് വേണ്ടി വാക്കുകൾ പറയുന്നത് അത് എന്താ പറയാ എനിക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു കേസിൽ, നമുക്കിപ്പോ ഗാസയാണോ ഈ ഒരു കേസിൽ നമ്മളൊരു ഉറച്ച നിലപാട് പറയുമ്പോ അത് ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു മൂവ് അല്ലേ? കാരണം ഒരുപാട് പേര് അതില് എന്താ പറയാ കുറെ പേര് അവരെ സപ്പോർട്ട് ചെയ്യണം, കുറെ. കാരണം ഇതൊരു നമുക്ക് ആക്ച്വലി ഒരു അറ്റവും കിട്ടാത്തൊരു ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കണേ. കാരണം ഇത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുക, അതിനൊരു സൊല്യൂഷൻ വരുന്നില്ല. അങ്ങനെ അപ്പൊ ഇതില് നമ്മുടെ ഒരു നിലപാട് പറയുമ്പോ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ ആൾക്കാർ നമ്മൾ ആരും അറ്റാക്ക് വരും എന്നുള്ളത്? അല്ല, കേരളത്തിൽ ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കാരണം കേരളത്തിൽ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഞാനൊരു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ എന്ന് പറയുമ്പോൾ മതപരമായിട്ടായിരിക്കും പല ആളുകളും ജീവിക്കുന്നത്. അപ്പൊ ഞാൻ വേറൊരു ആളുകളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു വാക്കുകൾ ഉയർത്തുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നേക്കാം. പക്ഷേ കേരളത്തിൽ പല ആളുകളും ഇപ്പം പല പാർട്ടികൾ പോലും എന്താ പറയാ മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാണ് അവര് പല കാര്യങ്ങളും എന്താ പറയാ സംസാരിക്കാറ്. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഈ ഒരു സെക്യുലർ സംസ്ഥാനത്തിൽ നിന്ന് എനിക്ക് പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു പ്രശ്നവും വരാനില്ല. തീർച്ചയായിട്ടും കേരളമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ലൈക്ക് ഇപ്പൊ ഞാൻ നേരത്തെ വെച്ചപ്പോ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹാബിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ, അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം കേരളമാണ്. ഇന്ത്യയില് ഏറ്റവും എന്താ പറയാ എനിക്ക് തോന്നിയ ജീവിക്കാൻ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയൊരിടം കേരളമാണ്. സമാധാനപരമായിട്ട് മനുഷ്യന് ഏറ്റവും ആവശ്യം പണവും വേറൊന്നും അല്ല, സമാധാനമാണ്. അപ്പം അത് വെച്ച് എനിക്ക് തോന്നുന്നു കേരളമാണ് മികച്ചതെന്ന് തോന്നുന്നു. മികച്ചത്. ഇപ്പൊ മാഹീന് ഒരു നാട്ടിൽ പോയിട്ട് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയ വല്ല കൾച്ചർ ഉണ്ടോ? എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ഒരു ആചാരങ്ങളുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയ വല്ല കൾച്ചർ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവണം. ഇത് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോ എനിക്ക് അധികം ഓർമ്മ വരുന്നില്ല. ഉണ്ടായിരിക്കണം അല്ലേ? പക്ഷെ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ള പോയിന്റ് ഏതൊക്കെയായിരിക്കും? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയൊരു പോയിന്റ് ആണ്, നമുക്ക് ബാത്റൂം പോയി വെക്കാൻ തോന്നിയത് എങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു എന്തായാലും നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഒറ്റപ്പെടലിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സർവൈവലില് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയുള്ള കാര്യം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടന്നത് അനുഭവങ്ങള്, പിന്നെ ഇറാഖിൽ ജയിലിൽ കിടന്ന അനുഭവങ്ങള്, പിന്നെ ഇന്ത്യയിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലയിടത്ത് ആളുകൾ തടഞ്ഞു വെച്ചത്, കെട്ടിവെച്ചത്. എനിക്കൊന്ന് അഫ്ഗാനിസ്ഥാനിലെയാണ് എനിക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് പറയാനായിട്ട് എന്റെ ജീവിതത്തിൽ ഇപ്പൊ മരിക്കും, പിന്നെ സുഡാനിലെ യുദ്ധങ്ങള്. ഇപ്പൊ മരിക്കും അല്ലെങ്കിൽ നമ്മൾ ജയിലാണ്, നമ്മൾ ഇപ്പൊ മരിക്കും എന്നൊക്കെ ഉള്ള ഒരു മൊമെന്റിൽ എന്താ ശരിക്കും മാഹിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ലൈക്ക് ദിസ് ഇസ് ദ മൊമെന്റ് എന്നൊക്കെ സ്വയം തോന്നിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല, നമ്മളെ റിയലൈസ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ ആ ഒരു മൊമെന്റില് എന്തായിരുന്നു ആ ഒരു അവസ്ഥ? അപ്പൊ നമുക്ക് അത് എന്താ പറയാ ഭയങ്കര ഇതായിട്ട് തോന്നും. അതായത് ഇപ്പൊ മരിക്കും ആ ഒരു ഇതാണ്. അപ്പൊ നമ്മള് ഏതൊരു എനിക്കൊന്നു ആസിഫ് അലിയുടെ ഒരു കൂമൺ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ പുള്ളി മോഷണം ചെയ്ത് പുള്ളിക്ക് അത് അഡിക്റ്റ് ആവില്ലേ. അപ്പൊ എനിക്കെന്ന് പറയുമ്പോ പല സ്ഥലത്തും ഞാൻ മരിക്കും എന്നുള്ള ഒരു ഭയം, ആ ഒരു നെഞ്ച് ഇതില്ലേ ഹാർട്ട് ബീറ്റ്, അതെനിക്കിപ്പോ അതൊരു എന്താ പറയാ ത്രില്ലിങ് പോലെയാ. അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മൊമെന്റ്സ് എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ വളരെ സന്തോഷം തരുന്നത്. അപ്പം അതിനെ കൂടുതൽ ത്രില്ലാ ചെയ്യുന്നത്. ആ സമയത്ത് ത്രില്ലില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് പാസ് ചെയ്ത് മറികടക്കുമ്പോൾ എനിക്കൊരു ത്രില്ലിങ് പോലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോകുന്നതും. അതിനപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് കിട്ടാൻ വലിയ പാടായിട്ടുള്ള സംഭവം. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ നമ്മൾ പൊതുവെ ട്രാവൽ വ്ളോഗേഴ്സിനെ കാണുമ്പോൾ അവര് നല്ല നല്ല ഹോട്ടൽസിൽ പോകുന്നു, നല്ല യൂറോപ്യൻ കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്നു, അവിടുത്തെ എക്സ്പീരിയൻസ്, പൂള്, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ കണ്ടേക്കണേ ഗായ്സ് ഇവിടെ. അങ്ങനെ പക്ഷെ ഭയങ്കര റോ ആയിട്ട് ഭയങ്കര കോറായിട്ട് കണ്ടന്റും ആ നാടിനെ കാണിക്കുന്നത് മാഹീനാണ്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ വൈ യു ചൂസ് ലൈക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാധനം നമുക്ക് ചെയ്യാം എന്നുള്ളത്? കാരണം നോബഡി ആർക്കും അതൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ? കാരണം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഭയങ്കര നടന്ന് പോവാ, വെള്ളം കിട്ടില്ല, ഫുഡ് ചിലപ്പോൾ കിട്ടില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് ബുദ്ധിമുട്ടി ജീവിക്കാൻ ഇത്ര ഇഷ്ടമാണോ മാഹീന്? എനിക്കൊന്നു കൂടുതൽ ബുദ്ധിമുട്ടി ജീവിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ കിട്ടിയത്. ബുദ്ധിമുട്ടാതെ ജീവിക്കുന്ന സമയങ്ങളിൽ എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ടായിരിക്കണം പിന്നീട് എനിക്ക് ഈ ഒരു ജേർണിയിലാണ് എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഉപരി കൂടുതലായിട്ട് ഇഷ്ടം സഫർ ചെയ്യാനാണ്. സഫർ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ അനുഭവങ്ങളും കൂടുതൽ സന്തോഷം കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം.
അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു. ഈ നാട്ടിൽ വന്ന് ഇനി ഒരു 2-3 ആഴ്ച ചിലപ്പം കുടുംബത്തോടൊപ്പം നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കും. അതെന്റെ വെക്കേഷനാണ്. എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സഫർ ചെയ്ത് യാത്രകൾ ചെയ്യുന്നതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ. ഈ ഹെയറും നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ ചിതാണോ? ഇതൊക്കെ ഇപ്പൊ താൻസാനിയ അതെ, ഇതാരാ ചിതുന്നത്? ഇതിപ്പോ ഞാൻ സാധാരണ എനിക്ക് സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ ചെയ്തു തരാറുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ ആദ്യമായിട്ട് അവസാനമായിട്ട് ആഫ്രിക്കയിൽ ചെയ്തതാണ്. പക്ഷെ സലൂണിൽ പോയി ചെയ്തതാണ്. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോ കുറെ ഫോൺ സിം ഒക്കെ വേണ്ടി വരില്ലേ? എത്ര സിം ഉണ്ട് അപ്പൊ? ഇപ്പം 32 രാജ്യങ്ങൾ പോയി. 32 സിം ഇല്ല. ഞാൻ ചില രാജ്യങ്ങളിൽ സിം എടുക്കാതെ സഞ്ചരിക്കാറുണ്ട്. ഫോൺ യൂസ് ചെയ്യാൻ ഇപ്പൊ നോക്കിയാൽ ഒരു 10 സിം ചിലപ്പോ കാണും. 10 സിം ഫോണിന്റെ അടിയിൽ വെച്ചിരിക്കുന്നു. അപ്പൊ ഈ നമ്മളീ പൊതുവെ ആൾക്കാർ പറയില്ലേ, അതായത് നീ ഇത്രയും ഇപ്പൊ നമ്മള് ചില ആൾക്കാർ പറയാറുണ്ട്, അതായത് ഇപ്പൊ ഇത്രയും സഫറിംഗ് ഒക്കെ കാണിച്ചിട്ട് ക്യാമറയുടെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ഭയങ്കര ചിലപ്പോ ഒരു കാറിലൊക്കെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ശരിക്കും എന്താണ് അവസ്ഥ? ശരിക്കും ഈ ഫെയിമിന് വേണ്ടിയിട്ടാണോ മാഹിൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ? ഫെയിമിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 6 വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് തുടങ്ങേണ്ടി വന്നേനാ. ഞാനിപ്പോ 3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാനൊരു 6 വർഷമായിട്ട് സഫർ ചെയ്ത് യാത്ര ചെയ്യുന്നു. 4.5 വർഷമായിട്ട് ഞാൻ ഒരു ഫുൾ ടൈം ട്രാവലറാണ്. അപ്പൊ ചിലപ്പോൾ യൂട്യൂബ് ഞാൻ അറിഞ്ഞത് തന്നെ വളരെ എന്താ പറയാ ലേറ്റ് ആയിട്ടാണ്. അപ്പം ഞാൻ യൂട്യൂബ് ആഗ്രഹിച്ചുകൊണ്ട് യാത്രയിലേക്കുള്ള വ്യക്തിയല്ല, യൂട്യൂബിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഒരു അൾട്ടിമേറ്റ് എന്റെ ജീവിത പ്ലാൻ എന്ന് പറയുമ്പോൾ 50-55 വയസ്സ് വരെ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുക എന്നാണ്. 50-55 വയസ്സ്. ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ലോകത്ത് പല സഞ്ചാരികളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇബിനു ബത്തൂത്ത എന്നൊക്കെ പറയുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറംകാരനായിട്ടുള്ള മൊയ്തു കുഴിശ്ശേരി എന്നൊക്കെ പറയുന്ന യാത്രികനുണ്ട്. അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ 10 വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ 18-ാം വയസ്സിൽ എന്തോ അദ്ദേഹം നാട് ചുറ്റാൻ ഇറങ്ങിയതാണ്. പാകിസ്ഥാൻ ബോർഡർ കടന്നു. അദ്ദേഹം പല ജയിലുകളിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹം പല യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തിന് പല കുടുംബങ്ങൾ പലയിടത്ത് ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യരിലൂടെ ആഴ്ന്നിറങ്ങി യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എന്താ പറയാ പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനിലെ മലകൾ കാണാൻ പോയതല്ല, അദ്ദേഹം പാകിസ്ഥാനിലെ മലകളിലെ ആളുകളെ കാണാൻ പോയതാണ്. അല്ലെങ്കിൽ അദ്ദേഹം പല രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ എന്താ പറയാ ടൂറിസ്റ്റ് സഞ്ചാരികൾ പോയി സന്ദർശിക്കുന്ന ഇടങ്ങൾ കാണാൻ വേണ്ടി പോയതല്ല. അപ്പൊ അതുപോലുള്ള യാത്രകൾ എനിക്കൊരു 50-55 വയസ്സ് വരെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണും, നമ്മൾ ഒരുപാട് ആൾക്കാരെ മിങ്കിൾ ചെയ്യും, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാഹീന് ഇപ്പൊ നമ്മള് സെയിം ഏജാ, ലൈക് 23 അല്ലേ? പക്ഷെ ഞാൻ ആലോചിക്കുന്ന എന്റെ ജീവിതം ആക്ച്വലി മാഹിന്റെ ജീവിതം ഭയങ്കര ഡിഫറെന്റ്. ലൈക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ആ ഒരു പക്വത ആയിക്കോട്ടെ, ഭയങ്കര ഡിഫറെന്റ്. ആൻഡ് എനിക്ക് ലൈക്ക് എന്റെ ആ ഒരു ഏജ് ഡിഫറൻസിലുള്ള ആൾക്കാർക്ക് ഇത്രയും ആ സെയിം വർഷമല്ലേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലുള്ള എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പൊ ചായ കുടിച്ച് നിർത്താം, ഓക്കെ? അപ്പൊ ഞാൻ ചായയുടെ പൈസ ഞാൻ ചേട്ടൻ നമ്മൾ ചീത്ത പറയും. എവിടെ ചേട്ടാ ചായ? ഇന്നലെ ചായ ആയിരുന്നു. പൈസ അടയ്ക്കണ്ടേ? നിനക്ക് പൈസ അടയ്ക്കാണ്ട് ചായ കുടിച്ചിട്ട് ഓടിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓടാം. ഓക്കെ ചേട്ടാ, അപ്പൊ താങ്ക് യു. ഇതിപ്പോ ഞാനും ഏതാണ്ട് ഏതൊക്കെയോ രാജ്യത്ത് ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആയി. നമ്മള് ലോകം കാണാൻ, ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ യാത്ര ചെയ്യണമെന്നില്ല. ഒന്നുകിൽ പറ്റുമെങ്കിൽ നമ്മള് മറ്റുള്ള സഞ്ചാരികളെ ഹോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുക. അപ്പൊ നമ്മള് അവരുടെ എക്സ്പീരിയൻസ് കേൾക്കും. ലോകം നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെയാണ്. ശരിയാ, പോവാ. ഓക്കേ. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഇതേപോലെ വീഡിയോസ് ഇടുമ്പോഴൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ചേട്ടാ ഞാനും വരട്ടെ, എനിക്ക് ട്രാവൽ പാർട്ട്ണർ ആവണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ വരാറുണ്ടോ? ഇതിപ്പോ എന്താ പറയാറ്, മാഹിൻ കൂട്ടാറുണ്ടോ അവരെ? ഞാനിപ്പോ അങ്ങനെ കൂട്ടാറില്ല. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും വെള്ളത്തിൽ ചാടൂലല്ലോ. അപ്പൊ അതുപോലെ അങ്ങനെ ചാടിയിട്ടുള്ളതുകൊണ്ട് ഇപ്പോ സ്പെഷ്യലി പെൺകുട്ടികൾ എന്റെ അടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പെൺകുട്ടികൾ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അപ്പൊ ആ മെസ്സേജ് അങ്ങ് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് കാരണം എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, കാരണം അങ്ങനെ എനിക്ക് ആവശ്യമില്ല. അപ്പൊ എനിക്ക് ധാരാളം യാത്രകൾ എന്റെ കൂടെ ചെയ്യാനായിട്ട് യാത്രകൾ ചെയ്യുന്ന പല കൂട്ടുകാരെ തന്നെ എന്റെ കൂടെ കൂടാറുണ്ട്. ഇപ്പൊ എന്റെ കൂടെ നബീബിയയില് 14 മാസമായിട്ട് ആഫ്രിക്കയിൽ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോ പിന്നെ എന്താ പറയാ, എന്റെ കൂടെ ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്റെ കൂടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മെസ്സേജ് അയക്കുന്നത്. എല്ലാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, ബട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കൂട്ടാറില്ല. ഓ ശരി. ഇപ്പൊ ഞാനൊരു വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം ഓരോ ആൾക്കാർ ഈ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുമ്പോ തന്നെ നമ്മളെ മൊളസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു സംഭവമൊക്കെ ഇപ്പൊ വണ്ടിയിൽ മറ്റേ ലിഫ്റ്റ് വെച്ച് പോകുമ്പോഴേ, അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ മീൻ നമുക്ക് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറയാൻ, ലൈക്ക് നമ്മള് ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ട് മാഹി.
ഞാൻ കണ്ടിടത്തോളം. അപ്പൊ ഇത് ആക്ച്വലി മാഹിൻ ഒരു ആൺകുട്ടിയായിട്ട് ഇപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഹിച്ചേക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും എന്താ പറയുക, പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഉപരി പെൺകുട്ടികൾക്കെന്ന് പറയുമ്പോൾ ചിലപ്പം ഓപ്പണായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ആൾ വന്ന് റേപ്പ് ചെയ്തു എന്ന് വെച്ചോ, അത് പെൺകുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്തിടത്തോളം ആവും. ചിലപ്പോൾ ഇത് അവരുടെ എന്താ പറയുക വലിയൊരു ട്രോമയിലോട്ട് എന്നെ കൊണ്ടുപോയെന്ന് വരാം. അപ്പം ഞാൻ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ, കാറിലേക്ക് ഇരിക്കുമ്പോൾ ഓരോ അപ്പന്മാരൊക്കെ എൻ്റെ തുടയിൽ പിടിക്കുന്നത് ഞാൻ വളരെ കളിയാക്കിയാണ് എടുക്കാറ്. പക്ഷെ ഒരുപക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് എന്നെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥ തന്നെ തളർന്നേക്കും. ഹിച്ചേക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കാണ് കൂടുതൽ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത്. പക്ഷെ അതേസമയം നമ്മൾ നല്ല ആളുകളുടെ വണ്ടിയിൽ കയറിയ പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കാൻ ചാൻസ്. ഇപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ ഈവൻ ട്രാവൽ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്നത് പോലെ കൂടുതൽ പെൺകുട്ടികളെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പം ഞാനൊരു ആൺകുട്ടിയുമായിട്ട് ഇപ്പോൾ ഒരു റോഡിലൂടെ നടക്കുന്നു. അപ്പം ആകാംക്ഷയോടെ പല ആളുകളും എന്നെ കാണും. പക്ഷെ അവർക്കൊരു പേടിയായിരിക്കും. ആ പേടി കാരണം അവരുടെ വീട്ടിലോട്ടുള്ള എനിക്ക് ക്ഷണം മുടങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ കൊണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാതാവും. അതേസമയം ഒരു പെൺകുട്ടിയാണ്, ഞാനും ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്ത്രീ എന്നെ കാണുവാണ്, അവരൊരു വലിയൊരു പേടി കൂടാതെ അത് ആ പെൺകുട്ടി കാരണം മാത്രമാണ്, മനസ്സിലല്ലേ? അവരെന്നെ ഡയറക്റ്റ് അവരുടെ വീട്ടിലോട്ട് വിളിക്കും. അപ്പം ഈ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ചായ മാത്രമല്ല കിട്ടുന്ന, അവരവരുടെ ജീവിച്ചു വരുന്ന അനുഭവങ്ങളും അവരുടെ എന്താ പറയുക സംസ്കാരവും എല്ലാം എനിക്ക് വിളമ്പി തരുവാണ് ചായയോടെ, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ റിസ്ക് ആണ്. പക്ഷെ എന്നിരുന്നാലും പെൺകുട്ടികൾക്ക് കൂടുതൽ എന്താ പറയാ അനുഭവം കിട്ടുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതങ്ങനെയാണ്. ഓക്കെ, ഇനിയിപ്പം നാട്ടിൽ പോയിട്ട് ഞാൻ എന്താ പരിപാടി? അല്ല, നാട്ടിൽ ഞാൻ വെക്കേഷനാണ്. ഇതാണ് എന്റെ വെക്കേഷൻ. എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ യാത്രയാണ്. അപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ യാത്രയാണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടി വീട്ടുകാരെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സർപ്രൈസ് നാളെ വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്യണം. ഇപ്പൊ പോയിട്ടില്ല, ഇപ്പൊ കേരളത്തിൽ എത്തിയുള്ളൂ. അത് ശരി. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ഒരു കാര്യങ്ങളോട് ചോദിക്കേണ്ടത്, ഇത് നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ പറയുന്ന ഒരു സഞ്ചാരി നമ്മളിപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പം അദ്ദേഹത്തെ ഒക്കെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാവലിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് അദ്ദേഹം സഞ്ചാരിയാണ്. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന ഒരു ട്രാവൽ ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. എൻ്റെ ഒരു ട്രാവൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എനിക്ക് പ്രചോദനം തന്നിട്ടുള്ള, എനിക്ക് അങ്ങനെ ആരും പ്രചോദനം തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറംകാരനായിട്ടുള്ള മൊയ്തു കിഴിശ്ശേരി അല്ലെങ്കിൽ മൊറോക്കോക്കാരനായിട്ടുള്ള ഇബിന് ബത്തൂത്ത, അല്ലെങ്കിൽ പേരോർക്കുന്നില്ല, ഒരു ചൈനീസ് സഞ്ചാരിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്, പല ലോക രാജ്യങ്ങളിലുണ്ട് ട്രാവൽ ബ്ലോഗ് ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്ററിസ്റ്റ്. അപ്പം അവര് തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലി നല്ലതാണ്. പക്ഷെ എൻ്റെ ഒരു ഫീൽഡ് ഞാൻ തോന്നിയത്, പല ആളുകളും എന്നെ പറയാറുണ്ട് ഫ്യൂച്ചർ ജൂനിയർ സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങരയെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, പല ആളുകളും ജൂനിയർ SGK എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അതേസമയം ജൂനിയർ ഇബിന് ബത്തൂത്ത അല്ലെങ്കിൽ ജൂനിയർ എന്താ പറയാ മൊയ്തു കിഴിശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. കാരണം ഈ വ്യക്തികളാണ് സത്യത്തിൽ യഥാർത്ഥ അഡ്വഞ്ചർ അല്ലെങ്കിൽ യഥാർത്ഥ ഇതിഹാസ സഞ്ചാരികൾ എന്ന് പറയാൻ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ മാഹീൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു സാഹസിക യാത്ര അത് ഇതായിരിക്കും എന്റെ കൂടെ വണ്ടിയിൽ. കാരണം ഒന്നിനും പേടിക്കാത്ത മാഹീൻ ഞാനിവിടെ വളയ്ക്കുമ്പോ പറഞ്ഞു വളച്ചിട്ട് സംസാരിക്കാൻ. ഞാനിപ്പോ സാഹസിക സഞ്ചാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ 100 സാഹസിക സഞ്ചാരങ്ങൾ ചെയ്യുമ്പോൾ 150 സാഹസിക സഞ്ചാരങ്ങൾ മാറ്റി വെക്കാറുണ്ട്. കാരണം മരണപ്പെടും എന്നുള്ള ഉറപ്പായിട്ടുള്ള സഞ്ചാരങ്ങളായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? കുറച്ച് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്റെ അവിടെ സുഹൃത്തുക്കൾ നിൽപ്പുണ്ട്. അവിടെയാ? ശരി. ഓ ദാ നിക്കുന്നേ. അതെ, അവിടെ. ഹലോ, ഇറങ്ങിക്കോ, ഫ്രണ്ട്സ് അവിടെ വെയിറ്റിംഗ് ആണ്. ഇതൊക്കെ പാർക്ക് ചെയ്ത് വരുമ്പോഴേക്ക് ഞാൻ നാളെ ആവല്ലോ ദൈവമേ. അങ്ങോട്ടാണോ പോകണ്ടേ? എന്താ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് പോവാം. ഇതാണോ ഫ്രണ്ട്സ്? ഒരു കുട്ടിയുടെ വീട്ടിൽ പോയത് പോണത്. ഹലോ, ഹായ്. ഇത്രയും പ്രശ്നക്കാരായിരുന്നോ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. എങ്ങനെയുണ്ടത്? ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ലടാ. ഇവിടെയാണ് പെട്ടത്. Okay, so what's your name, you guys? What's your name? Kerala.
This is Kerala. Okay. Kerala in Kerala. Yeah. Eka. Heka. No, Eka. 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 Okay. Akka. So, Akka. Akka. Akka, which means like sister. Yeah. Like, do you, are you first time in Kerala? First time in India, first time in Kerala. Okay, how's the experience? That road and nature and goats are country. Coconuts are great. Oh, you already had coconut. I had coconuts. Okay, anyway, we are Totally. leaving your friend. Your friend is safe and sounded, okay? Okay. Okay, can I leave now? Yeah. Okay, don't kill him. Bye. ശരിയാണ് Tata. ശരിയാണ്. ഓ എന്ത് നല്ല Luxury, ജീവിതം. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയായിരുന്നു. ഒരു ടെൻഷനും ഇല്ല, ഇങ്ങനെ യാത്ര. ഹലോ, ഞാൻ അരമണിക്കൂർ മുന്നേ അവിടെ എത്തിയായിരുന്നു. ശരി. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാലെ ഫിലിംസിന്റെ പ്രശാന്ത് നീൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.